രാവിലെ മുതലേ പോലീസുകാർ വീട്ടിൽ കയറിയായിരുന്നു. വന്നിട്ട് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓഫ് ചെയ്തു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് ഒരു മെമ്പറിനെ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്നതും അതായത് ഒളിക്യാമറ കേസ് വെച്ച് നിന്നെയൊക്കെ കേറ്റാവുന്നിടത്തോളം കേട്ടു, അല്ലെങ്കിൽ വിഷ്ണുവിനോട് പറഞ്ഞ് ക്യാമറകൾ മാറ്റുക. കഥ അടച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇവറ്റോളെല്ലാം കൂടെ ഒരു 10-15 പേര് വന്ന് അങ്ങ് ചീത്തവിളിയാണ്. നമസ്കാരം. പത്തനാപുരം കൂടൽ പോലീസ് സ്റ്റേഷൻ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 12 മണിക്കൂറിലേറെയായി ഒരു കുടുംബം നീതിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ മക്കളടങ്ങുന്ന, അതായത് 4 മക്കളടങ്ങുന്ന അംഗമാണ്. അതായത് ഈ മഞ്ജു എന്ന് പറയുന്ന ചേച്ചിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇവരുടെ ഭർത്താവിനെ അയൽവാസി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നീതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ ചേച്ചി ഇവിടെ ഇരിക്കുന്നത്. ഇത്രയും നേരമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അതായത് ഏകദേശം 12 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ഇവിടെ ഒറ്റ ഇരിപ്പ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. കുഞ്ഞു മക്കളെയും കൊണ്ടാണ് ഈ ചേച്ചി ഇരിക്കുന്നത്. CCTV സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ചേച്ചി, ശരിക്കും എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ വീട്ടില് എന്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് CCTV വെച്ചത്. അത് അയൽവക്കക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ജനുവരി 6-ാം തീയതി അവർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പക്ഷെ CCTV വെച്ചിട്ട് അതിന് 1.5 മാസം കഴിഞ്ഞു ഈ പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തത് ഇവരുടെ സഹോദരി വാർഡ് മെമ്പറായി ജയിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിന് സ്റ്റേഷനിൽ വിളിച്ചപ്പം നമ്മുടെ സഹോദരൻ, ഭർത്താവിന്റെ അനിയൻ മരിച്ച് നമ്മൾ ചടങ്ങിന് നിൽക്കുന്ന സമയത്താണ് വിളിക്കുന്നത്. അന്നേരം ഭർത്താവ് പറഞ്ഞു, സാറേ ഇപ്പം സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആ CCTVയുടെ വീഡിയോ കൊണ്ട് ഇവിടെ വന്നു. അന്നേരം പറഞ്ഞു അവർക്ക് CCTV മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്കത് അവരുടെ വീട്ടിലെ സ്വകാര്യത പകർത്താനായെന്നുള്ള ഒരു സംശയം പോലെ ആയതുകൊണ്ട് അത് മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ശരി സാറേ, ഞാൻ എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ചടങ്ങൊക്കെ പൂർത്തിയായിട്ട് വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. 3-ന് വൈകിട്ട് 11-12 മണിയായി വന്നപ്പോൾ വന്ന ഉടനെ ഞങ്ങളെയും കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അവിടെ നിന്നൊരു ടാർപ്പ അടിച്ചിട്ട് പെട്ടെന്ന് ബാത്റൂമിനകത്തെ ഹൈറ്റിൽ ഇത് മറച്ചു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ചെയ്യാന്ന് പറയുമ്പോൾ പിറ്റേന്ന് ഹസ്ബൻഡിന്റെ ഓട്ടം വന്നു. വൈകിട്ട് വന്ന് ചെയ്യാന്ന് പറഞ്ഞങ്ങ് പോകും. രാവിലെ മുതലേ പോലീസുകാർ വീട്ടിൽ കയറിയായിരുന്നു. വന്നിട്ട് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓഫ് ചെയ്തു. പിന്നെയും പോവും വരും സാറുമാർ വന്ന്. വൈകുന്നേരം ആയപ്പോഴത്തേന് മെമ്പറും എല്ലാം കൂടെ വന്നിട്ട് ഞാനിവിടെ കയറി ക്യാമറയും മറ്റും പരിശോധിച്ചിട്ടുണ്ട് സാറേ എന്ന് മെമ്പർ വൈകുന്നു വീണു. അങ്ങനെ വിഷ്വല് സാറിനെ കൊണ്ട് കാണിക്കാൻ പറയുകയും ചെയ്ത് സാറുമാർ പോയി. അങ്ങനെ വിഷ്വല് ചെക്ക് ചെയ്യാൻ നേരത്ത് ബാക്ക് വശത്തെ ക്യാമറ നശിപ്പിച്ച് വെച്ചേക്കുവാണ്. വിഷ്വൽ ഒന്നും കിട്ടുന്നില്ല. അത് പ്രകാരം ഏണി എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ വയറും മറ്റും വരച്ച് നശിപ്പിച്ചിട്ടേക്കുവാണ്. അങ്ങനെ അത് ഞങ്ങള് അതിന്റെ വൈകിട്ട്, അത് കഴിഞ്ഞതിന് വൈകിട്ടായപ്പോഴത്തേന് ഈ മെമ്പർ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. അതായത് ഒളിക്യാമറ കേസ് വെച്ച് നിന്നെയൊക്കെ കേറ്റാവുന്നിടത്തോളം കേട്ടു, അല്ലെങ്കിൽ വിഷ്ണുവിനോട് പറഞ്ഞ് ക്യാമറകൾ മാറ്റുക, ഇല്ലെങ്കിൽ സമാധാനത്തോട് നിന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, ജീവനെ തന്നെ ഞാൻ അപകടപ്പെടുത്തുമെന്ന് മെമ്പർ വെല്ലുവിളിച്ചപ്പോൾ എന്റെ മോൻ പറഞ്ഞു നേരിട്ട് വന്നാണ്. വീഡിയോ എടുത്തില്ല, ക്യാമറ ഓഫ് ആയിരുന്നു. ക്യാമറ ഓഫ് ചെയ്തു. ഞങ്ങൾ അകത്തിരിക്കുന്ന സമയത്ത് ഈ പോലീസുകാർ പോയതിന്റെ തൊട്ട് പറയുകയാണ് കയറി വരുന്നത്. പെട്ടെന്നുള്ള ഒറ്റക്കായിരുന്നു. എന്നിട്ട് എന്റെ മോൻ പറഞ്ഞു, ആന്റി ഞങ്ങൾ ഒളിക്യാമറ വെച്ചിട്ടില്ല, ഞങ്ങൾ പബ്ലിക്കായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ പോടാ പോ മോനെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അടിക്കാൻ കൈയുറത്തി ഈ വാർഡ് മെമ്പർ. അത് പ്രകാരം ഞങ്ങൾ CCTVയുടെ ദൃശ്യം കാണിക്കാൻ ഇവിടെ സ്റ്റേഷനിൽ വന്നപ്പോൾ CA പറഞ്ഞെന്ന് എനിക്ക് CCTVയുടെ ദൃശ്യം കണ്ടാൽ നിന്നെയൊക്കെ റിമാൻഡ് ചെയ്യും ക്യാമറ എടുത്തിട്ട് ഈ CA സാർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഞാൻ അന്നേരം പറഞ്ഞു സാറേ അവർക്ക് മാത്രമല്ല അന്തസ്, എന്റെ കുഞ്ഞുങ്ങൾക്കും പുറത്തിറങ്ങി നടക്കാനുള്ളതാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു പരാതി തരാൻ പറഞ്ഞു. എന്റെ കുഞ്ഞും പരാതി കൊടുത്തു, ഞാനും പരാതി കൊടുത്തു. 9-ാം തീയതി പരാതി എടുത്തിരുന്നില്ല. ആ പരാതി നിലനിൽക്കെ തന്നെ പിന്നെയും പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഞങ്ങള് ഇവരുടെ സഹോദരൻ വീട് കയറി എന്നെ മുണ്ടുപോക്കി കാണിച്ചു. നീ എവിടുത്തെ വീഡിയോ പിടിപ്പുകാരി എന്ന് പറഞ്ഞ് മുണ്ടുപോക്കി കാണിച്ചു. കല്ലുപറക്കി എറിയാൻ ശ്രമിച്ചു. അസഭ്യം പറച്ചിട്ട് എന്റെ ഈ 2 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തെറിയാൻ ശ്രമിച്ചു. അതിന്റെ ഭർത്താവ് തടഞ്ഞ് അവനെ അടിച്ചു. അന്നേരം മെമ്പർ ആ വീഡിയോ പകർത്തിയിട്ട് നാട്ടുകാരിട്ടയാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പരാതി കൊണ്ടു കൊടുത്തപ്പോൾ പോലീസുകാരെ കാണിച്ച് അതിനെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് 2 കൂട്ടരെയും കൊണ്ട് മൊഴി എടുപ്പിച്ച് നാളെ FIR ഫയൽ ചെയ്യും എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അതിന് ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. ആ കേസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. ഈ ഫയലും FIRന്റെ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റ് പ്രകാരം ഞാൻ കേസ് കൊടുത്തു. ആ കേസ് പ്രകാരം DYSP ഓഫീസിൽ പരാതി വന്നു. പരാതി വന്നിട്ട് ഈ മെമ്പറാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ മെമ്പർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞാൻ എൻ്റെ സഹോദരനെ പറഞ്ഞ് വിലക്കിക്കോളാം, ഞങ്ങൾ ഇനി ഒരു പ്രശ്നത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു അവിടെ എഴുതി വെച്ചെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഞങ്ങൾ അന്നേരം ഞങ്ങളുടെ മൊഴി എടുത്തോണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വിടുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. ആ സമയത്താണ് അവരുടെ മൊഴി എടുക്കുന്നത്. അവരങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിറ്റേന്ന് വന്ന് നിങ്ങൾ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് ചെന്നപ്പോൾ പറഞ്ഞു അവർ ഇനി പ്രശ്നത്തിന് വരത്തില്ലെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു സമാധാനത്തിന് പുതിയ സാറ് വരുമ്പോൾ നിങ്ങളെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞ് നമ്മളെയും കൊണ്ട് എഴുതി ഒപ്പിടിയിപ്പിച്ച് വിട്ടു. വിട്ട് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് പുതിയൊരു സാറ് വന്നപ്പം വിളിപ്പിച്ചു. ആ സാറും പറഞ്ഞു ഇതേപോലെ ഞങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കണം, നിങ്ങൾ ഇതേപോലെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു കുഴപ്പമില്ല സൈൻ ചെയ്ത് തരണം, അവരിനി പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് ഉറപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു. അത് ചെയ്തതിന്റെ പിറ്റേന്ന് പോലും ഇവർ പിന്നെയും പ്രശ്നങ്ങളാണ്. ചുമ്മാ ഓരോരോ വിഷയങ്ങൾ. ഒരു മുറ്റത്ത് നമ്മുടെ മുറ്റത്തിരിക്കുന്ന കല്ലാണെങ്കിൽ തന്നെ അവരെടുത്ത് എറിയുക നമ്മൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി. നമ്മൾ ഒന്നിനും പോകാതിരുന്നു.
അങ്ങനെയാണ് 23-ാം തീയതി രാത്രി ഗാനമേള കണ്ടുപോയ സമയത്ത് എന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങളെ റോഡിൽ കൊണ്ടാക്കിയിട്ട് മറ്റു 2 കുഞ്ഞുങ്ങളെ വെയിറ്റ് ഷീറ്റിൽ വിളിക്കാൻ മതിയായിരുന്നു. വിളിച്ച് തിരിച്ചു കയറുന്ന സമയത്താണ് ഇവര് റോഡിൽ വെച്ച് എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ചീത്ത വിളിച്ചത്. മേടി തേരി കയറി വണ്ടി നിർത്തി ആരാ നോക്കാൻ നേരത്തെ ഈ പറയുന്ന അനിലിന്റെ മകനും ചേർന്ന് വണ്ടിക്കകത്ത് നിന്ന് കത്തി എടുത്ത് ചീത്ത വിളിച്ചിട്ടുണ്ട്. അന്നേരത്തെ എൻ്റെ മൂത്തമ്മ കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ആരുമില്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് വീടിൻ്റെ അവിടെ വന്നു. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഇവര് വഴക്കിന് വേണ്ടി ഇന്ന് ഉത്സവം കൂടെ വഴക്കിന് വേണ്ടിയാ, നമുക്ക് കയറി കഥ അടയ്ക്കാമെന്നും പറഞ്ഞോട്ട് ഞങ്ങൾ കയറി കഥ അടച്ചു. കഥ അടച്ച ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇവറ്റോടെല്ലാം കൂടെ ഒരു 10-15 പേര് വന്ന് അങ്ങ് ചീത്തവിളി തുടങ്ങി. ഞങ്ങൾ ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി ആക്രമണം നടത്തിയത്. ഞങ്ങളുടെ വീട്ടിൽ കയറി 2 കഥവും തല്ലിപ്പിടിക്കാൻ നോക്കി. അസഭ്യം ഭയങ്കര വിളിച്ച വിളികളെന്ന് വെച്ചാൽ അമ്മാതിരി വിളികളാണ് വിളിച്ചത്. പിന്നെ ക്യാമറ നശിപ്പിച്ചു, അടുക്കള വശത്തിട്ടിരുന്ന ടാർപ്പയും മറ്റു ആഹാര സാധനങ്ങൾക്ക് വെച്ചിരുന്ന സാധനങ്ങൾ മൊത്തം നശിപ്പിച്ചു. ഇതെല്ലാം ചെയ്തു. CCTV പൊട്ടിച്ചിട്ട് അവർ തന്നെ എടുത്തെറിഞ്ഞ് അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇത് പ്രകാരം ഞാൻ 23-ാം തീയതി രാവിലെ DYSPയുടെ ഓഫീസിൽ പോയി. അവിടെ സാറില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളും കൂടുതൽ സ്റ്റേഷനിലോട്ട് ഇപ്പം തൽക്കാലം പോകും, അവിടോട്ട് ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു സാറ് വിളിച്ച് പറഞ്ഞു. ഞാൻ എൻ്റെ ഇതിന് വീട്ടിൽ വന്ന് വേറൊരു പരാതി എഴുതിക്കൊണ്ട് ഇവിടെ വന്ന് കൊടുത്തു. പരാതി മേടിച്ച് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു വിളിക്കാം, പൊക്കോളാം, റെസീറ്റ് വെച്ച് പറഞ്ഞു വരുമ്പം തരാമെന്ന് പറഞ്ഞു. ആ പരാതി വിളിച്ചതുമില്ല, നമുക്ക് റെസീറ്റ് തന്നതുമില്ല. പിറ്റേന്ന് രാവിലെ 24-ാം തീയതി രാവിലെ ഇതേപോലെ ഭർത്താവും മക്കളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേന് ഈ പറയുന്ന അനിയുടെ ഭാര്യയും കൂടെ പിന്നെ അപരാധം പ്രശ്നം. മക്കൾ അങ്ങോട്ട് ഇറങ്ങാൻ സമയം ഇപ്പം നിലവിലെന്ന് വെച്ചാൽ ഈ വീട് കയറി അതിക്രമണം നടത്തിയതിന് ശേഷം ഇവിടെ കേസ് എടുത്തതെന്ന് വെച്ചാൽ ഇവർ FIR എടുത്തു. അത് രാത്രി 10:30 ആയപ്പോൾ എടുത്തതെന്ന് വെച്ചാൽ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടി പോകാവുന്ന രീതിയിൽ നമ്മളെ മുന്നിൽ പരാതി എടുത്തിട്ടുമുണ്ട്. അവർക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ പരാതി എടുത്തു. പക്ഷെ ഇന്നലെ ഇതിനെ ഈ 24-ൽ ഒരു ന്യൂസ് വന്നതിനെ പ്രമാണിച്ച് ഈ കേസിനെ പ്രമാണിച്ച് ഇവർ ഇന്നലെ എൻ്റെ ഭർത്താവിനെ വഴി തടഞ്ഞ് മർദ്ദിച്ചു. ശരിക്കും മർദ്ദിക്കുകയും ചെയ്തു. എൻ്റെ ഭർത്താവിനെ വണ്ടിയും തള്ളിയിട്ട് ഭർത്താവ് ലാസ്റ്റ് ഓടുമായിരുന്നു. ഓടി എൻ്റെ ഭർത്താവ് ഇപ്പം ആശുപത്രിയിലാണ്, കോന്നി ആശുപത്രിയിലാണ്. അത് കഴിഞ്ഞ് അവിടെ പെണ്ണുങ്ങളെല്ലാം പറഞ്ഞു ഇനി അവളുമാർക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സ്റ്റേഷനിൽ വിളിച്ചത്. സ്റ്റേഷനിൽ വിളിച്ചിട്ട് വന്ന സാറുമാരും പറഞ്ഞത് അവര് വന്നവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന അനിയും അനിയുടെ ഈ വാർഡ് മെമ്പറുടെ സഹോദരനും പിന്നെ ഇവരുടെ കുഞ്ഞമ്മയുടെ കുറെ ആൾക്കാർ അന്ന് വന്ന ടീമുകൾ തന്നെ ഏകദേശം ഉണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ കുഞ്ഞ് റോഡിൽ പോയിട്ട് 8:15 റോഡിൽ പോയിട്ട് വന്നപ്പോൾ ഇവര് 3 സെക്ഷനായിട്ട് ഇരുട്ടത്ത് നിൽക്കുന്നത് കുഞ്ഞ് കണ്ടു. പക്ഷെ നമുക്കിത് അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ പണി തരാനുള്ളതായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. എന്നിട്ട് ഇവരിത് ചെയ്ത് എൻ്റെ ഭർത്താവിനെ മറിച്ച് എൻ്റെ തൊട്ടു പുറകില് ഇവിടെ സ്റ്റേഷനിൽ വന്ന് അവരെ കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവര് കൊടുത്ത പരാതി അന്നേരം തന്നെ FIR എടുത്തു. അവരെ 3 മണിക്കൂറോളം ഇതിനകത്ത് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അവര് പോയത്. എന്നിട്ട് എൻ്റെ ഭർത്താവ് ആശുപത്രിയിലായി എടുത്ത് ഞങ്ങളെ ഈ പ്രശ്നം തുടങ്ങിയ അന്ന് മുതലേ ഇവർ ഞങ്ങളെ കൊല്ലുമെന്നുള്ള ഭീഷണി ഉയർത്തിയതാണ്. അന്ന് മുതലേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിനകത്ത് ആ വധഭീഷണി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പരാതി ഉയർത്തി. എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരും ഞങ്ങളുടെ ജീവൻ എന്ത് വേണമെന്ന് സംഭവിക്കാം. ഈ മെമ്പറിനും ഈ പറയുന്ന ഈ ആശുപത്രിയിലാക്കിയ മെമ്പറിന്റെ സാന്നിധ്യത്തിൽ ആശുപത്രി കിടക്കുന്ന ഈ ഇഷ്ടമല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. അവനെ ആർക്കും ഏത് സമയം അത്യാവശ്യമുള്ളത് അവനെയാണ് ഇപ്പോൾ കൊണ്ട് നല്ലോണം ആശുപത്രിയിലാക്കിയിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ആർക്കും ദോഷമില്ലാതെ പറഞ്ഞു തീർക്കാം എന്നുള്ളതാണ് മെമ്പറിന്റെ ഭാഗത്തു നിന്ന്. അല്ലെങ്കിൽ അറിയാവുന്ന സംസാരിച്ചാൽ അത് ബോധമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പം ചെന്നിട്ട് മെമ്പറോ അല്ലെങ്കിൽ ഒരു ഇതോടെ ചെന്ന് മെമ്പറോട് ചെന്ന് ആളിനെ അവസ്ഥയിലാക്കിയിട്ട് എനിക്കായാലും ഈ പറയുന്ന മെമ്പറിന്റെ ആൾക്കൊരു ആവശ്യം എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ ഈ ആശുപത്രി കിടക്കുന്ന ചാടി വരാൻ പറ്റുമോ? വേറെ വണ്ടി വിളിക്കും, അത്രയും സമയതാമസം വരുവാണ്. അപ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പ്രശ്നങ്ങളില്ലാതാക്കാനാണ് ഒരു മെമ്പറിനെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നതും ഉത്തരവാദിത്വ ബോധമാണ് വേണ്ടത്. ഇതിങ്ങനെ പോയി പ്രശ്ന ദോഷമായി ഈ കുഞ്ഞുങ്ങളും തള്ളി. എനിക്കുണ്ട് 4 മക്കൾ. നിങ്ങളെ കൊണ്ട് ഈ വഴി കിട്ടാക്കി വന്ന് ഇവിടെ കിടക്കാനുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഇങ്ങനെയാണോ പോകേണ്ട ഒരു മാതൃക ലോകത്തിന്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവർ പറയുന്നത് പ്രകാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി അയൽവാസിയുടെ ആക്രമണത്തെ തുടർന്നാണ് ഇവർ വലിയ രീതിയിലുള്ള പരാതികൾ, 1 2 നിരവധി പരാതികൾ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഈ പരാതിയിൽ ഒന്നും തന്നെ നീതി ലഭിക്കുന്നില്ല. കൂടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇവരുടെ ഭർത്താവ് ഇപ്പോൾ ആശുപത്രിയിൽ ആണ്. വലിയ രീതിയിൽ മാരകമായി മർദ്ദനമേറ്റ അദ്ദേഹം ആശുപത്രിയിലാണ്. അപ്പോൾ നീതി കിട്ടുന്നത് വരെ ഇവിടെ തന്നെ നിലയുറപ്പിക്കുമെന്നാണ് മഞ്ജുവിന്റെ തീരുമാനം.